വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്ന് നമ്മുടെ ഹോസ്റ്റലേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അവർക്കൊക്കെ എന്തായാലും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഹോസ്റ്റലേഴ്സിനെ അവരുടെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് എല്ലാ ഹെയർ പാക്കും അങ്ങനെ ഇങ്ങനെയൊന്നും റെഗുലർ ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും, നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള മുടി കൊഴിച്ചിലിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ ഹോസ്റ്റലിൽ വന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ വെള്ളവും ഇവിടുത്തെ വെള്ളവും എല്ലാം കൂടെ മാറി കുളിച്ചിട്ട്. ഒന്നാമത് പിന്നെ ക്ലോറിൻ വെള്ളം ആയിരിക്കും അവിടെ കിട്ടുക. ഇപ്പം എറണാകുളം അതല്ലാതെ ബാംഗ്ലൂർ, തമിഴ്നാടൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, അവിടെ ക്ലോറിൻ വെള്ളം മാത്രമേ കിട്ടാനുള്ളൂ. നമ്മുടെ കേരള ബോർഡർ ഒന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും എല്ലാത്തിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറി തുടങ്ങും. അപ്പോൾ നമുക്ക് നല്ല വെള്ളം അവിടെ ലഭിക്കില്ല. അതുകൊണ്ട് കൂടുതൽ പേരും അങ്ങനെ തല നനയ്ക്കാറില്ല. അങ്ങനെയാണ് മെയിനായിട്ടും ഹെയറിന്റെ പ്രോബ്ലംസ് വന്നു തുടങ്ങുക. അത് ഡാൻഡ്രഫായിട്ട് വരും, പിന്നെ അത് ഡ്രൈ സ്കിന്നും ഹെയറും ഒക്കെ ഡ്രൈ ആയിട്ട് തുടങ്ങും. അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് അത് മാറും. അപ്പൊ പലരും വീട്ടിലൊക്കെ നിൽക്കുന്ന ടൈമിൽ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് വേറൊരിടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളുടെ ഇന്നത്തേത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊക്കെ ഹോസ്റ്റലിൽ നിന്ന ടൈമിൽ എൻ്റെ ഹെയർ പ്രത്യേകിച്ച് ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഹെയറിൽ ഫുൾ അങ്ങ് വെള്ള കളർ പൊടിയായിരിക്കും. പിന്നെ അതങ്ങ് ഡ്രൈ ആവും, പിന്നെ അതങ്ങ് പൊട്ടും. അങ്ങനെ വരുമ്പം മുടിയിൽ അറ്റത്തൊക്കെ സ്പ്ലിറ്റൻസ് വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു എനിക്ക് നേരിടേണ്ടി വന്നിരുന്നത്. അപ്പം ഞാൻ ആ ടൈമിൽ വീട്ടിൽ വരുമ്പം കുറേ ഹെയർ പാക്ക് ഒക്കെ ട്രൈ ചെയ്യും. പിന്നെ അങ്ങോട്ട് പോകുമ്പം പിന്നെയും പിന്നത്തേത് തന്നെയാവും. അങ്ങനെ കുറേ മുടി അങ്ങനെയായിരുന്നു എൻ്റെ മുടി അങ്ങനെ കൊഴിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം പിന്നെ നമ്മൾ മുടി ഒരു അഹങ്കാരം കാണിച്ചങ്ങ് വെട്ടി. അത് കഴിഞ്ഞ് പിന്നെ അത് വളർത്തിക്കൊണ്ട് വന്ന പാടെ എനിക്കേ അറിയത്തുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അവിടെ തന്നെ വെച്ച് തയ്യാറാക്കി നമുക്ക് വീക്കിലി നമുക്ക് ഇഷ്ടമുള്ളപ്പം ഒക്കെ ഇത് സെറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ സ്കാൽപ്പിൽ ഡ്രൈ ആക്കാതെ മോയ്സ്ചർ ആക്കി വെക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും കേട്ടോ ഈ ഹെയർ സെറം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഫസ്റ്റ് വേണ്ടത് ബീട്രൂട്ടാണ്. ഞാനിവിടെ കുറച്ച് ഉണങ്ങിയ ബീട്രൂട്ടാണ് എടുക്കുന്നത്. ബീട്രൂട്ട് അരച്ചിടുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ബീട്രൂട്ട് ഈ ഉണങ്ങിയ ബീട്രൂട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ ഉണങ്ങിയ ബീട്രൂട്ടാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ബീട്രൂട്ടും നമ്മുടെ ഈ കറിവേപ്പിലയും കൂടെ അരച്ച് ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടായതുകൊണ്ട് അവർക്ക് മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കഴുകി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് സെറോ ആക്കിയത്. അപ്പം നമുക്കിത് വീക്കിലി ട്വൈസും ത്രൈസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് തലയിൽ യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തില്ലേ, അതുപോലൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ 2 ബീട്രൂട്ട് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 ചെറിയ ബീട്രൂട്ടാണ്. അത് ഒന്ന് നന്നായിട്ട് പച്ച ബീട്രൂട്ട് അല്ല കേട്ടോ, ഒന്ന് ഉണങ്ങിയ ബീട്രൂട്ടാണ്. എന്ന് വെച്ചാൽ അങ്ങ് അധികം ഉണങ്ങിപ്പോയതും അല്ലാത്ത ടൈപ്പ് ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതെനിക്ക് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന് 1 കപ്പിലേക്ക് ആക്കി മാറ്റണം. അതുവരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കറിവേപ്പിലയും ബീട്രൂട്ടും നമുക്ക് ഹെയറിന് അത്രത്തോളം നല്ലതാണ്. നമ്മുടെ തലയിലെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ നറിഷ് ചെയ്യാനും സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ നമ്മുടെ ബീട്രൂട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. 1 കപ്പായിട്ട് ഇപ്പം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നാച്ചുറലായിട്ടൊരു സെറം. അപ്പം മെയിനായിട്ട് നമ്മുടെ താരം പോകാനും പുതുതായിട്ട് മുടി കിളിർക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യാതൊരുവിധ കെമിക്കലും ഇല്ലാതെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നാച്ചുറലായിട്ടൊരു സെറം ഉണ്ടാക്കുന്നത് വീഡിയോ കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ ഹെയർ സെറം അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹെയറിലേക്ക് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ ഹെയറിൽ ഓൾറെഡി എണ്ണ ഉണ്ടായിരിക്കണം. എൻ്റെ ഹെയറിൽ ഓൾറെഡി എണ്ണയുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ എണ്ണയൊന്നും തേക്കുന്നില്ല. ഇതിപ്പോൾ നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ വെറുതെ തലയിൽ അടിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ എക്സ്ട്രാ സ്മെല്ലോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ഹെയറിൽ.
ഹെയറിലും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത്. ഇതിപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഉണ്ടാക്കി സൂക്ഷിക്കാനും പറ്റും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അല്ലാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം അപ്പം ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഉണങ്ങിയ ബീട്രൂട്ട് ഞാൻ എടുത്തു എന്ന് വെച്ചിട്ട് അത് തന്നെ എടുക്കണം എന്നില്ല. കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, നമുക്ക് അല്ലാത്ത ബീട്രൂട്ട് കിട്ടുവാണെങ്കിൽ, ഫ്രഷ് ബീട്രൂട്ട് കിട്ടുവാണെങ്കിൽ അത് എടുത്ത് ഇതുപോലെ തന്നെ യൂസ് ചെയ്ത് നമ്മൾ തലയിൽ തേക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സെറം തലയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് റിസൾട്ടാണ് കേട്ടോ. എന്തായാലും റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ഇതിനകത്ത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയേണ്ട ഒരു പ്രശ്നവുമില്ല. ഹെയറിൽ ഇരിക്കുന്നുണ്ട്. ഇത് തേച്ചിട്ട് പിറ്റേ ദിവസം കുളിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ നൈറ്റൊക്കെ യൂസ് ചെയ്താൽ നന്നായിരിക്കും. അത് ഒരുപാട് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യത്തിന് നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. അതൊന്ന് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം, അതല്ലെങ്കിൽ വാഷ് ചെയ്യേണ്ട ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അത് 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും ഒന്നൊന്ന് പറയണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹെയർ ഫോളിനും ഡാൻഡ്രഫിനും ഒക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ ഈ സെറം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പറയണേ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ